ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. അനന്തപുരി തറവാട്ടിലെ ഭൂലോക പരദൂഷണക്കാരിയായിട്ടുള്ള ജലജയാണെങ്കിൽ നവ്യയ്ക്ക് നല്ല രീതിയിൽ പാര വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആദർശും നായനയും കനകയായിട്ട് സംസാരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചന്തുമോൾക്കുള്ള ഡ്രസ്സും കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് അനന്തപുരിയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ജലജയാണെങ്കിൽ ഈ ഒരു രംഗം കണ്ടിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെടണം കേട്ടോ. എങ്ങാണ്ടോ വന്ന് കിടക്കുന്ന ഒരു കുഞ്ഞിനാണെങ്കിൽ ഡ്രസ്സും കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കുഞ്ഞുള്ള കാര്യം നിങ്ങളൊക്കെ മറന്നൂലേ? ആ കുഞ്ഞിനൊരു കളിപ്പാട്ടോ ഡ്രസ്സോ മേടിച്ച് കൊടുക്കാൻ നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ കുറ്റപ്പെടുത്തണം. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മേനൊക്കെ കാണുന്ന സമയത്ത് അമ്മയ്ക്കാണെങ്കിൽ ഡ്രസ്സ് മേടിച്ച് തന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാണ്ട് ജലജാണെങ്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പം നവ്യ ആണെങ്കിൽ ആദർശിൻ്റെ നയനയുടെ മുഖത്ത് പുച്ഛ മനോഭാവത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ നമ്മുടെ ചന്തുമോളാണെങ്കിൽ കുട്ടീനെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കളിപ്പിക്കലും കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ അകലൊക്കെ ചെയ്യുന്ന സമയത്ത് നവ്യ എന്നൊരു ദേഷ്യപ്പെടാണ്. ഡി എൻ്റെ കൊച്ചിനെ എടുക്കാനോ എൻ്റെ കൊച്ചിനെ കളിപ്പിക്കാനോ നീ വരണ്ട, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെടാണ് കേട്ടോ സുഹൃത്തുക്കൾ. അപ്പോൾ നയനാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഈ കൊച്ചിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിൻ്റെ കുഞ്ഞിനെ പോലെ ഇതൊരു കുഞ്ഞല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞ് അതേ, നീ നിൻ്റെ കുഞ്ഞിനെ പോലെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചോ, എൻ്റെ കുഞ്ഞിനെ എടുക്കാനോ എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കാനോ വരണ്ടെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ നവ്യടുത്ത് നയനെ പറയണ്ട, ഒരു വീടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വീടാവുമ്പോൾ അങ്ങനെ വേണ്ട, നീ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുകയാണ് ഭയങ്കര ദേഷ്യത്തോടു കൂടി. പിന്നീടാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, ഒരു കൊച്ചിനോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇപ്പോൾ അനാമികനെക്കാട്ടിയും കടന്ന കൈയായി പോലും എന്നുള്ള രീതിയിൽ ആദർശ് നല്ല രീതിയിൽ ദേഷ്യപ്പെടാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു പ്രൊമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.